തീ തുപ്പുന്ന തരത്തിൽ സൈലൻസറിൽ മോഡിഫിക്കേഷൻ നടത്തിയ കാറിന്റെ ഉടമയ്ക്ക് ഇന്ന് ഹാജരാകാൻ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. കാർ ഉടമ മുഹമ്മദ് ഇർഫാന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സമാനമായ മോഡിഫിക്കേഷൻ നടത്തിയ വാഹനങ്ങളും നിരീക്ഷണത്തിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത്. വല്ലാത്തൊരു മോഡിഫിക്കേഷൻ ആയി പോയി എന്നേ പറയാനുള്ളൂ. പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ അത് ലൈറ്റിന്റെ മുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടികളിലേക്ക് കൊല്ലത്ത് കടക്കുന്നു. ജിൽസി, 2 ദിവസം മുൻപ് കൊല്ലത്ത് കുണ്ടറ ഇളമ്പള്ളൂരിൽ ഒരു കല്യാണ ചടങ്ങിനായിരുന്നു ഈ കാർ എത്തിയത്. ആ സമയത്തായിരുന്നു തീ തുപ്പുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനം നടത്തിയത്. ചില ആളുകളൊക്കെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും അത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് RTO ദിലു സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വാഹനം എവിടെയാണെന്നുള്ളതും വാഹന ഉടമയുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലാണ് ഈ വീടുള്ളതെന്ന കാര്യം അവിടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ വാഹനം ഉടൻ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. ഒടുവിൽ രാത്രി ഈ എൻഫോഴ്സ്മെന്റ് സംഘം തന്നെ നേരിട്ടെത്തി കൊല്ലത്ത് മുഖത്തലയ്ക്ക് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിന്റെ ഗ്യാരേജിൽ നിന്നും അതായത് പിൻഭാഗമൊക്കെ പൊളിച്ചു മാറ്റിയ നിലയിലായിരുന്നു ഈ കാർ കണ്ടെത്തിയത്. അതായത് അതിന്റെ രൂപം മാറ്റി നിറം ഉൾപ്പെടെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഗ്യാരേജിൽ ഇതിന്റെ ഉടമ ഏൽപ്പിച്ചതെന്നുള്ള കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പിന് മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യം, അത്തരത്തിൽ ഈ തീ തുപ്പുക എന്ന് പറയുമ്പോൾ അത് അധികം വരുന്ന ഓയിലാണ് ഇത്തരത്തിൽ കത്തിച്ച് പുറത്തേക്ക് കളയുന്നതെന്നാണ് പറയുന്നത്. അത് വാഹനത്തിനും അപകടമാണ്, ഒപ്പം മറ്റാളുകൾക്കും അപകടമാണ്. അപ്പോൾ ആ രീതിയിൽ ആ വാഹനത്തെ മോഡിഫൈ ചെയ്തതിന് വലിയൊരു ഫൈൻ എന്തായാലും ഉണ്ടാകും. മാത്രമല്ല 2 വർഷത്തേക്ക് വാഹനത്തിന്റെ RC ബുക്കും ഒപ്പം തന്നെ വാഹന ഉടമയുടെ ലൈസൻസും റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്കും കടക്കും. ഈ വാഹനത്തെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഇൻസ്റ്റാഗ്രാം റീൽ വഴിയും അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലും കോളേജുകളിലൊക്കെ ഇത്തരത്തിൽ ഈ മോട്ടോ എക്സ്പോ നടക്കാറുണ്ട്. അവിടെയൊക്കെ ഇതിനെ എത്തിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഡിഫിക്കേഷൻ വരുത്തിയത്. മുഹമ്മദ് ഇർഫാൻ എന്ന് പറയുന്ന ഒരു 24-കാരൻ്റെ പേരിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത്. 2024 ഇയാൾ ഈ വാഹനം വാങ്ങുന്നത്. ഏകദേശം ഈ ഒരു മോഡിഫിക്കേഷന് വേണ്ടി മാത്രം 1 ലക്ഷത്തിലധികം രൂപയാണ് ചിലവിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ട് എന്തായാലും വാഹനം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം അത് ടോയിങ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ട്രാഫിക് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. തുടർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. ഇന്ന് വാഹന ഉടമയോട് രേഖകളുമായി കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നുള്ളൊരു കാര്യമാണ് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചിരിക്കുന്നത്. ജിൽസി, ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരം നിയമവിരുദ്ധമായി മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ നടത്തുന്നവർ ശ്രദ്ധിക്കുക. സസ്പെൻഡ് അടക്കം ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വലിയ കുറ്റമാണ് അത്. ഇവിടെ കൊല്ലത്തും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് തന്നെ MVD കടന്നിരിക്കുന്നു എന്നുള്ളത്.